So the first artificial cloning vector developed in 1977, the PBR322, that is derived from the names Bolivar or Drix. It has an origin of replication chloride. This is common in all vectors. It has 4 361 base pairs. It has antibiotic resistance for ampicillin and tetracycline. It has restriction sites for 20 different restriction enzymes. So this is the characteristic of the vector PBR322. Purified closed circular PBR322 molecules are cut with restriction enzyme that lie within either of these antibiotic resistance genes and cleaves the plasmid DNA only once to create a single linear sticky ended DNA molecule. These are combined with the target DNA from the source organism. ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പൊസിഷൻ ഒന്നെങ്കിൽ ആംബിസിലിൻ റെസിസ്റ്റൻസിൻ്റെ അവിടെ ഒരു കട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ഇത്രയും റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ടെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതെന്തുണ്ടാവും, ഈ സർക്കുലർ മോളിക്യൂൾ ലീനിയർ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇറ്റ് വിൽ ടേൺ ആസ് ലീനിയർ മോളിക്യൂൾസ്. വെൻ യു കട്ട് ദ DNA ഇറ്റ് വിൽ ടേൺ ആസ് ലീനിയർ മോളിക്യൂൾ. ഓക്കെ, അതാണ് ഉണ്ടാവുന്നത്. ആ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് പിന്നെ എന്തുണ്ടാവുന്നു, നമുക്ക് ഇൻസേർട്ട് DNA നമുക്ക് ഈ ഭാഗത്തായിട്ട് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇൻസേർട്ട് DNA ഒരു ഭാഗത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർഡായിട്ട് DNA കട്ട് ചെയ്തിട്ട് ലീനിയർ ആക്കി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫോറിൻ DNA വേറൊരു സോഴ്സിൽ നിന്ന് ഇതിലേക്ക് കമ്പൈൻ ചെയ്യുന്നു. ഈ കട്ടിങ്ങിന് യൂസ് ചെയ്യുന്നതാണ് റെസ്ട്രിക്ഷൻ എൻസൈം. കട്ടിങ്ങിന് യൂസ് ചെയ്യുന്നത് റെസ്ട്രിക്ഷൻ എൻസൈമാണ്. ജോയിനിങ്, ദറ്റ് ഇസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്യും. ജോയിൻ ചെയ്യാൻ വേണ്ടി ലിഗേസ് എൻസൈമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് എൻസൈംസ് വെച്ചിട്ട് കട്ട് ചെയ്തു, ലിഗേറ്റ് ചെയ്തു. അണ്ടർ ദീസ് കണ്ടീഷൻ എ നമ്പർ ഓഫ് ലിഗേറ്റഡ് കോമ്പിനേഷൻസ് ആർ പ്രൊഡ്യൂസ്ഡ് including the original closed circular plasmid DNA to reduce the formation of unwanted ligation products. The cleaved plasmid DNA preparation is treated with alkaline phosphatase. നമ്മൾക്ക് ഈ എൻസൈംസ് ഒക്കെ നേരത്തെ പഠിച്ച കാരണം നമ്മൾ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, 5' എൻഡിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രൊട്രൂഡിങ് എൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ലിഗേറ്റ് ചെയ്തിട്ടുള്ള അൺവാണ്ടഡ് എൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് the 2 phosphodiester bonds formed by T4 DNA ligase after ligation. അപ്പോൾ നമുക്കറിയാം പല ടൈപ്പ് ഓഫ് ലിഗേസസ് ഉണ്ട്. T4 DNA ലിഗേസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലിഗേസ് എന്ന് പറയുന്ന മോളിക്കുലർ ഗ്ലൂ എന്ന് പറയുന്നത്. The 2 phosphodiester bond formed by T4 DNA ligase after ligation and circularization of alkaline phosphatase treated plasmid DNA with the restriction endonucleate digested source DNA, which provides the phosphate groups, are sufficient to hold the molecules together despite the presence of 2 nicks. After transformation, they are sealed by the host cell DNA ligase system. അപ്പോൾ പിന്നെ നമ്മൾ ഈ സീലിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഹോസ്റ്റിലേക്ക് എത്തുമ്പോൾ കംപ്ലീറ്റ് സീലിംഗ് അവിടെയാണ് നടക്കുന്നത് ബൈ ദ ഹോസ്റ്റ് DNA ligase system. അടുത്തതായിട്ട് അവിടെ നടക്കുന്ന കുറേ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ട്. ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്ടേക്ക് ഓഫ് ദ vector by the E. coli or host. In the bacteria, process of introducing purified DNA into a cell is called transformation. For E. coli, one method of transformation involves treatment of the cell with cold calcium chloride. Then the temperature will be increased to 42 degree for 2 minutes. ഈ ഒരു പ്രോസസ്സ് കൊണ്ട് നമ്മൾ ഒരു പെട്രി ഡിഷിലോ ടെസ്റ്റ് ട്യൂബിലോ നമ്മൾ ഈ കൊളൈനെ എടുത്ത് അതിനെ കാൽഷ്യം ക്ലോറൈഡ് സൊല്യൂഷൻ ഒഴിച്ച് 0 degree ടു, അപ്പോൾ ആഫ്റ്റർ ട്രീറ്റിംഗ് വിത്ത് കാൽഷ്യം ക്ലോറൈഡ് സൊല്യൂഷൻ, ദിസ് is heated ചെയ്യുമ്പം it will develop, the cell walls will develop pore.
or holes that will enable the DNA molecule to enter into the cytoplasm. But the transformation is not an efficient process, with typically no more than one cell in 1,000 being transformed. That is, most of the cells have not acquired a new plasmid. After transformation, it is necessary to identify the cells that contain plasmid cloned DNA constructs. In PBR322 system, in which the target DNA was inserted into the BAMH1 site, this specific identification is accompanied in two steps. That is, at first, the cells from the transformation are plated into a medium that contains antibiotic ampicillin. Only those cells that have intact PBR322 or PBR322 cloned DNA construct, both of which have the ampicillin resistant gene, will grow under this condition. BAMH1 site for PBR322 is within the tetracycline resistant gene. So the insertion of DNA into this gene will disrupt the coding sequence and tetracycline resistance is lost. Therefore, cells with plasmid cloned DNA constructs which are resistant to ampicillin and sensitive to tetracycline. Okay, so the cell with recircularized PBR322 DNA will have intact tetracycline resistance and are resistant to both the ampicillin and tetracycline. The second step is selection. It distinguishes two possibilities. Cell that can grow on ampicillin containing medium are transferred to tetracycline medium. Each location of the inoculating cells on the tetracycline agar plates correspond to the site of the colony on an original ampicillin agar plate. Cells that form colonies on the tetracycline agar plate carry recircularized PBR322 because these cells are resistant to both ampicillin and tetracycline. These cells do not grow on tetracycline agar plates. However, they are sensitive to tetracycline and carry PBR322 cloned DNA constructs. Individual cultures are established from each of the colonies on the ampicillin agar plates that are sensitive to tetracycline, or more often cells from colonies that are ampicillin resistant and tetracycline sensitives are pooled and subcultured together. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് BAMH1 സൈറ്റ് എന്ന് പറയുന്നത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനിൻ്റെ ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ മിക്സ്ചറിന് നമ്മൾ ആംപിസിലിൻ ആൻറ്റിബയോട്ടിക്കിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ സെൽസ് സർവൈവ് ചെയ്യുക? PBR322 ഉള്ള സെൽസ്, ഇൻടാക്റ്റ് ആയിട്ടുള്ള DNA ഒന്നും ഇൻസേർട്ട് ചെയ്യാത്ത PBR322, പിന്നെ PBR322 DNA which is inserted into ടെട്രാസൈക്ലിൻ്റെ ഭാഗത്ത് ഇൻസേർട്ട് ചെയ്തതും സർവൈവ് ചെയ്യും അല്ലേ? കാരണം ആംപിസിലിനിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ആംപിസിലിൻ റെസിസ്റ്റൻസ് ഓൾറെഡി ആക്റ്റീവ് തന്നെ ആയിരിക്കും. ദേ വിൽ ബി സെൻസിറ്റീവ് ഓൺലി ടു ടെട്രാസൈക്ലിൻ ബിക്കോസ് ഇൻസേർഷൻ ഇവിടെയാണ് നടന്നിരിക്കുന്നത്. സെൽസ് ദാറ്റ് ഹാസ് റീസർക്കുലൈസ്ഡ് PBR322 DNA will have PBR322 DNA which are not having the insert will have intact tetracycline resistance. They will be resistant to ampicillin resistance and they will be showing tetracycline resistance. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ട്സ് ആണ് നമുക്ക് കിട്ടുക. വെറും വെക്റ്റർ PBR322 വിത്ത് ഇൻസേർട്ട് അറ്റ് ദ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസും കിട്ടും. അപ്പോൾ നെക്സ്റ്റ് പോസിബിലിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ട്രാൻസ്ഫർ ദം ടു ടെട്രാസൈക്ലിൻ പ്ലേറ്റ് ആൻറ്റിബയോട്ടിക്. അപ്പോൾ ടെട്രാസൈക്ലിൻ പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ those cells will form colonies on the tetracycline that will be the one which have no DNA insert because they are resistant to both ampicillin and tetracycline. Those cells which do not grow on the tetracycline agar plate will be sensitive to tetracycline and they will be carrying the
ക്ലോൺ DNA കൺസ്ട്രക്ട്സ്. അപ്പം അതൊന്ന് നമുക്ക് ഈ കൾച്ചേഴ്സ് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആംപിസിലിൻ എഗാർ പ്ലേറ്റിലത്തെ കോളനിയുടെ പൊസിഷൻസ് വിച്ച് ഇസ് സെൻസിറ്റീവ് ടു ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക്, അത് മാത്രം നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് എടുക്കും. ഇതാണ് നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ സെലക്ഷൻ പ്രോസസ് ഇൻ കേസ് ഓഫ് PBR 322.